ഹായ് ഹലോ എവ്രി വൺ. ഫ്രൂട്ട്സ് കഴിച്ചാൽ ഷുഗർ കൂടുമോ എന്നുള്ളത് പലർക്ക് സംശയമുണ്ട്. ഫ്രൂട്ട്സ് എല്ലാ ദിവസവും കഴിക്കാമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ, ഒരു ഷോർട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട്സ് കഴിച്ചാൽ ഷുഗർ കൂടുമോ എന്നുള്ള ആൻസർ എടുത്ത് പറയാൻ എന്താണെന്നുള്ളത് വെച്ചാൽ, നമുക്ക് ഈ ഷുഗർ പേഷ്യൻസിനെ നോക്കുകയാണെങ്കിൽ, അതായത് അവരുടെ ഒരു HbA1c എന്നുള്ള ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് ആണ് HbA1c. അതൊരു 4 to 6 അല്ലെങ്കിൽ 5.6 വരെ നോർമലാണ്. ഒരു 6-നുള്ളിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ ഉള്ള പേഷ്യൻസ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ ഷുഗർ ലെവൽ അനുസരിച്ചായിരിക്കും ഫ്രൂട്ട്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് മധുരമുള്ള ഫ്രൂട്ട്സ്, ഒരുപാട് പഴുത്ത ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഇപ്പം മാങ്ങ, ചക്ക, അതല്ലെങ്കിൽ ഏത്തപ്പഴം, നമ്മുടെ നോർമൽ പഴമാണെങ്കിൽ കൂടി മുന്തിരി, ഗ്രേപ്സ്, അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ഷുഗർ, വാട്ടർമെലൺ, ഇങ്ങനെയുള്ള ഷുഗറി ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് വരുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് അളവ് കൺട്രോൾ ചെയ്തെടുക്കാൻ പറയും. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഫുഡിൻ്റെ തൊട്ട് പുറകെ കഴിക്കാതെ, അതായത് ഒരു ഭക്ഷണം കഴിച്ചിട്ട്, അങ്ങനെ ഒരു ശീലം പലർക്കും ഉണ്ട്, ഫുഡ് കഴിച്ചിട്ട് തൊട്ട് പുറകെ ഫ്രൂട്ട്സ് കഴിക്കുന്ന രീതി. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഒരു മിഡ് മോർണിംഗിലോ, അതായത് ഇടവേള സമയങ്ങളിൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ, ഇപ്പം ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഒരു 4 to 5 PM അങ്ങനെ ഒരു ഇടനേരങ്ങളിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഡിന്നർ നേരത്തെ കഴിക്കാൻ പറയാറുണ്ടല്ലോ. ഡിന്നർ നേരത്തെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ദഹന പ്രക്രിയ ഈസി ആകും. അപ്പോൾ അത് ഡിന്നർ നമുക്കൊരു 7 o'clock അല്ലെങ്കിൽ 8 o'clock കിടക്കുന്നതിനൊരു 2-3 മണിക്കൂർ മുൻപ് കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബെഡ് ടൈം ആകുമ്പോൾ വിശക്കുന്നുണ്ട്, അങ്ങനെ ഒരു ചെറിയൊരു ഫീലിംഗ് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്കത് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 2 to 3 hours നമുക്ക് എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണെങ്കിലും ഫുഡിനോടൊപ്പം കഴിക്കാതെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ അളവ് കുറച്ചൊന്ന് നിയന്ത്രിച്ചിട്ട്, ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കുന്നവർക്ക് അഡീഷണൽ ആയിട്ട് ഫ്രൂട്ടും കൂടെ കഴിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ ഈ ഷുഗർ പേഷ്യൻസ് ആണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിപ്പം ഇൻസുലിൻ എടുക്കുന്നവർ കാണും, അതുപോലെ തന്നെ ടാബ്ലറ്റ്സ് എടുക്കുന്നത് കാണും, അല്ലേ? ഷുഗർ പല റേഞ്ചിൽ പോകുന്നവരാണ്. എല്ലാ ഷുഗർ പേഷ്യൻസിനും ഒരേ ഡയറ്റ് അല്ല. സോ ഫ്രൂട്ട്സിൽ എസ്പെഷ്യലി അങ്ങനെയല്ല. ഫ്രൂട്ട്സ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. പക്ഷേ കഴിക്കുമ്പോൾ നമ്മുടെ അളവിൽ മാത്രമാണ് ക്രമീകരിച്ച് കഴിക്കേണ്ടത്. നമുക്കിപ്പോൾ ഷുഗറൊക്കെ അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ അവർ ഡയറ്റീഷ്യൻസിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മളൊരു ചിട്ടയായ ഭക്ഷണക്രമത്തിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് ഇടനേരങ്ങളിൽ, ഇപ്പം പല ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട്, പല ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഒരു ബൗൾ ഫ്രൂട്ട് നമുക്ക് എടുക്കാവുന്നതാണ്, വലിയ കുഴപ്പമില്ലാതെ ഷുഗർ പോകുന്നവരാണെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട്, അതായത് നിയന്ത്രിതമല്ലാതെയാണ് ഷുഗർ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫ്രൂട്ട് എടുക്കാനൊക്കെ പറയാറുള്ളൂ. കൂടുതലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു ഡയറ്റീഷ്യനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ചിട്ടയായിട്ടുള്ള ഒരു ഭക്ഷണക്രമത്തിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. അതല്ലാതെ നോർമൽ ആളുകൾക്ക് ഫ്രൂട്ട്സ് ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ഫ്രൂട്ട്സ് ആക്ച്വലി വെരി ഹെൽത്തി, അല്ലേ? ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെ കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. സ്കിൻ ഹെൽത്തിന്, ഹെയറിന് എല്ലാം ഒക്കെ ഒരുപാട് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉള്ളതാണ്. സോ ഫ്രൂട്ട്സ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാം. പലരും ഇന്ന് വീണ്ടും ഒരു ഡൗട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എക്സ്ട്രാ ഞാൻ ഫ്രൂട്ട്സിനെ കുറിച്ച് ചെയ്യുന്നത്. സോ ഫ്രൂട്ട്സ് കഴിച്ചത് കൊണ്ട് ഷുഗർ കൂടത്തില്ല. പകരം നമ്മൾ ഈ മറ്റുള്ള മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ സ്വീറ്റ്സ്, ചോക്ലേറ്റ് ഒക്കെ ധാരാളമായിട്ട് കഴിച്ചിട്ട് എക്സ്ട്രാ ഫ്രൂട്ട് കൂടെ കഴിക്കുമ്പോൾ, അല്ലേ, അത് ഒരു എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റ് ലെവൽ, ഷുഗർ ലെവൽസ് കൂടും. സോ അതല്ലാതെ നമ്മൾ മറ്റുള്ള അരിയാഹാരം അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള മറ്റുള്ള പ്രൊഡക്ട്സ് എല്ലാം ഒന്ന്, ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് നിയന്ത്രിച്ചിട്ട്, ഫ്രൂട്ട്സും നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതാണ് ഫ്രൂട്ട്സ്. അപ്പോൾ അത് ഡെയിലി എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പക്ഷേ മറ്റുള്ള ഷുഗർ ഇതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തണം. എക്സ്ട്രാ ഈ പറയാനുള്ളത് അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗർ ലെവൽസ് ഉള്ളവർ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.